ഹലോ എല്ലാവർക്കും MSലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം നിതിനാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ FB പേജും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചുമ്മാതെ ക്രിയേറ്റ് ചെയ്തിടാറുണ്ട്. ഏറ്റവും അവസാനം അത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നമ്മുടെ സബ്ജക്റ്റ് FB പേജും കാര്യങ്ങളും എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. FB പേജും കാര്യങ്ങളും എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. നമ്മുടെ FB പേജും കാര്യങ്ങളും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സും കാര്യങ്ങളും എടുക്കുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ നമുക്ക് ആക്സസ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കാര്യങ്ങളും കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ഓപ്ഷനും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തൊരു ഇൻ്റർഫേസിലോട്ട് വരുമ്പോൾ നമുക്ക് ചോദിക്കുന്നത് ഡീആക്ടിവേറ്റ് പേജ് ആൻഡ് ഡിലീറ്റ് പേജ് ആണ് ചോദിക്കുന്നത്. നമുക്ക് പെർമനൻ്റായിട്ടും ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ താൽക്കാലിക ടെമ്പററി ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പം ഡിലീറ്റ് നമ്മൾ ഈ പേജ് ഇനി നമുക്ക് വേണ്ട. അപ്പം പെർമനൻ്റിൽ നമ്മൾ ഡിലീറ്റ് കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളുമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം എന്താണ് റീസൺ എന്നാണ് ചോദിക്കുക. ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഇൻഫർമേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അതുവഴി നമുക്ക് നോക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അതിന് എഡിറ്റിങ് കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചോദിക്കുന്നതെന്ന് വെച്ചാൽ FB പേജിൻ്റെ പാസ്വേഡും കാര്യങ്ങളാണ്. നമ്മുടെ FB അക്കൗണ്ടിൻ്റെ പാസ്വേഡും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നോക്കാം. അതിപ്പോൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് നമുക്ക് FB പേജിനകത്ത് പോയതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ പാസ്വേഡും കാര്യങ്ങളും ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂ കാര്യങ്ങളും കൊടുക്കുമ്പം പാസ്വേഡ് ഇല്ല, ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കാതെ നമുക്ക് ഓപ്ഷനും കാര്യങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ FB അക്കൗണ്ടിലോട്ട് പോയിട്ട് പാസ്വേഡും കാര്യങ്ങളും ഫോർഗോട്ട് കൊടുത്തതിന് ശേഷം പാസ്വേഡും കാര്യങ്ങളും അറിയത്തില്ലെങ്കിൽ കൊടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അന്ന് പാസ്വേഡും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം കാണാം. പിന്നെ നമ്മൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇനി നേരെ കണ്ടിന്യൂയും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് ഡിലീറ്റ് കൺഫർമേഷൻ ഓക്കെ ആണോ എന്ന് ചോദിക്കും. നമ്മൾ കണ്ടിന്യൂയും കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഈ അക്കൗണ്ടും കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളും കിട്ടും. അല്ലെങ്കിൽ ഈ അക്കൗണ്ടും കാര്യങ്ങളും പെർമനൻ്റായിട്ട് നമ്മുടെ പോകുന്നതായിരിക്കും കേട്ടോ. ഡിലീറ്റ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നതാണ്. ഓക്കെ, ഡിലീറ്റും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഓക്കെ, അക്കൗണ്ടും കാര്യങ്ങളും അങ്ങനെ ഡിലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടിന്യൂ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് മെസ്സേജും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അങ്ങനെ FB പേജും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ FB പേജും ഒന്ന് ഫോളോ കൂടെ ചെയ്യുക. നമ്മുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്നതിന് വരെ നിങ്ങളുടെ സ്വന്തം നിതിൻ. ബൈ.